ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. മുരിങ്ങൂർ പാലത്തുഴി പാലത്തിന് സമീപത്തെ കലുങ്കിനിടയിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തി. അസ്ഥികൂടം പുരുഷന്റേതാണെന്ന് പ്രാഥമിക നിഗമനം. തലയോട്ടിയും കാലിന്റെയും കൈകളുടെയും അസ്ഥികളാണ് ദ്രവിക്കാതിരുന്നത്. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജറെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലാനഗർ തൊഴുത്തുംപറമ്പിൽ അയേഷ് ജോയിയെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രപ്പുറമ്പോക്ക് ലേലം വീണ്ടും നടന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പുനർലേലം നടത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുരിങ്ങൂർ പാലത്തുഴി പാലത്തിന് സമീപത്തെ കലുങ്കിനടിയിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തി. അസ്ഥികൂടം പുരുഷന്റേതാണെന്നാണ് പ്രാഥമിക നിഗമനം. തലയോട്ടിയും കാലിന്റെയും കൈകളുടെയും അസ്ഥികളാണ് ദ്രവിക്കാതിരുന്നത്. ധരിച്ചിരുന്ന അടിവസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും അസ്ഥികൂടത്തിലുണ്ട്. തലയോട്ടിയും കാലിന്റെയും കൈയുടെയും അസ്ഥികളാണ് ദ്രവിക്കാതിരിക്കുന്നത്. ധരിച്ചിരുന്ന അടിവസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും അസ്ഥികൂടത്തിലുണ്ട്. സമീപത്തെ പറമ്പിലെ ജോലിക്കെത്തിയ പണിക്കാർ പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. ഉടനെ തന്നെ കൊരട്ടി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കരേടൻ അബിയുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിന് സമീപത്തായിട്ടാണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. തൃശൂരിൽ നിന്ന് സയന്റിഫിക് ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. സംഭവം അറിഞ്ഞ ചാലക്കുടി DYSP അശോകൻ, കൊരട്ടി SHO AN അനൂപ്, SI ഷിഹാബ് കുട്ടശ്ശേരി തുടങ്ങിയവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജറെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലാനഗർ തൊഴുത്തുംപറമ്പിൽ അയേഷ് ജോയിയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പടിഞ്ഞാറനടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച രാവിലെ 7:30 പണം നഷ്ടമായത്. L&T ഫൈനാൻസ് അരണാട്ടുകര ബ്രാഞ്ചിലെ മാനേജറാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട അശേഷ് ജോയ്. സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത് അകത്ത് കയറി കള്ളത്താക്കോൽ ഉപയോഗിച്ച് ലോക്കർ തുറന്നാണ് പണം മോഷ്ടിച്ചതെന്ന് പോലീസ് പറയുന്നു. ഇയാൾ വന്നു പോകുന്ന ദൃശ്യം നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഹെൽമറ്റ് ധരിച്ച കാരണം മുഖം വ്യക്തമായിരുന്നില്ല. നിരീക്ഷണ ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചും സൈബർ സെല്ലിന്റെ സഹായത്തോടെയുമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് കമ്മീഷണർ C. സുന്ദരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ M. പ്രേംജിത്തിന്റെ നേതൃത്വത്തിൽ SI VP അഷറഫാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI K. ഗിരി, ASIമാരായ ജോബി ജോർജ്, സാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ N. രഞ്ജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ VM ഷെഫീഖ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രപ്പുറമ്പോക്ക് ലേലം വീണ്ടും നടന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പുനർലേലം നടത്തിയത്. കൊടുങ്ങല്ലൂർ സ്വദേശി പരപ്പിൽ സത്യൻ സമർപ്പിച്ച 5.5 ലക്ഷം രൂപയുടെ ടെൻഡറാണ് അംഗീകരിച്ചത്. കഴിഞ്ഞയാഴ്ച നടന്ന ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചിരുന്നുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. ഇതിനിടയിൽ പുനർലേലം നടത്തണമെന്നാവശ്യപ്പെട്ട് ആദ്യ ലേലത്തിൽ പങ്കെടുത്ത ചിലർ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് രാവിലെ 11 മണിക്ക് മിനി സിവിൽ സ്റ്റേഷനിൽ വെച്ച് പുനർലേലം നടത്തിയത്. തഹസിൽദാർ M. അനിൽകുമാർ ലേല നടപടികൾ നിയന്ത്രിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാതയോരത്ത് കൊരട്ടി കേന്ദ്ര സർക്കാരിന്റെ സെക്യൂരിറ്റി പ്രസിന്റെ പറമ്പിലെ മാലിന്യ കൂമ്പാരത്തിനും പുല്ലിനും വീണ്ടും തീപിടിച്ചു. ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് ചാലക്കുടിയിൽ നിന്നെത്തിയ ഫയർഫോഴ്സിന് തീയണയ്ക്കുവാൻ സാധിച്ചത്. 2 യൂണിറ്റ് എത്തിയാണ് തീയണച്ചത്. വ്യാഴാഴ്ച 3:30-ഓടെയാണ് സംഭവം. റോഡരികിലുള്ള പറമ്പിൽ രാത്രികാലങ്ങളിൽ
പുറമേ നിന്നുള്ളവർ കൊണ്ടുവന്നിരുന്ന കാറ്ററിംഗിന്റെ ഭക്ഷണാവശിഷ്ടങ്ങളുടെയും വിതരണം ചെയ്യുന്ന പ്ലേറ്റ് അടക്കമുള്ള മാലിന്യങ്ങൾ, കുട്ടികളുടെ സ്നഗി, ഡയപ്പർ തുടങ്ങിയ വലിയ മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. കഴിഞ്ഞ മാസം ഇതിനടുത്തായി ഉപേക്ഷിക്കപ്പെട്ട മാലിന്യങ്ങൾക്കും പുല്ലിനും തീപിടിച്ചിരുന്നു. പുല്ലിന് തീപിടിച്ച് ഉണങ്ങി നിന്നിരുന്ന മരങ്ങളിലേക്കും തീ പടർന്നു. ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. രാത്രികാലങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ വലിയ തോതിലാണ് വിവിധ തരം മാലിന്യങ്ങൾ തള്ളുന്നത്. ഈ പ്രദേശങ്ങളിൽ വഴിവിളക്കുകൾ ഇല്ലാത്തതും മാലിന്യം തള്ളാൻ സൗകര്യമാണ്. ഇത്തരത്തിൽ കൊണ്ടുവന്നിരുന്ന മാലിന്യങ്ങൾക്ക് ഇപ്പോൾ രണ്ടാം തവണയാണ് തീപിടിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ സ്ഥലം സന്ദർശിച്ചു. ദുരന്ത നിവാരണ നിയമപ്രകാരം അടിയന്തരമായ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ നിയമപ്രകാരം അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകി. റോഡിലെ ടാർ ഉരുകിയൊലിച്ച് തോടുപോലെയായി കിടക്കുകയാണ്. ചിറങ്ങര പെരുമ്പി മുതൽ ഏകദേശം പൊങ്ങം വരെയുള്ള ഭാഗം ഇതിൽ ചിറങ്ങര സിഗ്നലിനോട് ചേർന്നാണ് വലിയ തോടായി മാറിയത്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിലാവുന്നത് നിത്യസംഭവമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയത്. വെള്ളിയാഴ്ച മുതൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നാണ് ദേശീയപാത അധികൃതർ അറിയിച്ചത്. അടിയന്തരമായി നിർമ്മാണം നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് MLA സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, പഞ്ചായത്ത് അംഗങ്ങളായ പോൾസി ജിയോ, ഗ്രേസീസ് കറിയ, PS സുമേഷ്, ബിജോയ് പെരേപ്പാടൻ, വർഗീസ് പയ്യപ്പള്ളി, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, മനേഷ് സെബാസ്റ്റ്യൻ, ഔട്ട്റീച്ച് സെൽ ജില്ലാ ചെയർമാൻ സച്ചിൻ രാജ്, ഫിൻസോ തങ്കച്ചൻ, വർഗീസ് പൈനാടത്ത്, PP സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊരട്ടി. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടിയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ അപകടം, ഒരാൾക്ക് പരിക്ക്. ദേശീയപാത ചാലക്കുടിയിൽ ക്രസന്റ് സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ച് തലക്കീഴായി മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. തിരുപ്പൂർ തേനി സ്വദേശി 22 വയസ്സുള്ള മുരളി ഈശ്വരനാണ് പരിക്കേറ്റത്. ഇദ്ദേഹം ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡ്രൈവർ കതിരവേൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോഴിക്കുഞ്ഞുങ്ങളെ പെരുമ്പാവൂർ വിതരണം നടത്തി തിരിച്ചു പോകുമ്പോൾ നിയന്ത്രണം വിട്ടു വാഹനം ദേശീയപാതയിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പിക്കപ്പ് വാൻ പൂർണ്ണമായി തകർന്ന നിലയിലാണ്. ചാലക്കുടിയിലെ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ വെള്ളക്കടല ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള കടല വിതരണം ചെയ്തതായി പരാതി. കഴിഞ്ഞ ദിവസം മേലൂർ സ്വദേശി മേച്ചേരി റോയ് പോൾ എന്നയാൾ വാങ്ങിയ വെള്ളക്കടലയിൽ ചെള്ളും കുത്തിയ പൊടിയും അടങ്ങിയ ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള കടലയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് നൽകിയത്. കടല വാങ്ങിയ വ്യക്തി വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഒരു തരത്തിലും ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ള കേടുവന്ന കടലയാണ് തന്നതെന്ന് മനസ്സിലാക്കിയത്. ഇതിനെ തുടർന്ന് റോയ് ചാലക്കുടി ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസർ മാവേലി സ്റ്റോറിൽ പരിശോധന നടത്തി. വിതരണം ചെയ്ത കടല ഉപയോഗിക്കുവാൻ പറ്റാത്ത തരത്തിലുള്ളതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മാവേലി സ്റ്റോർ ഡിപ്പോ അധികൃതർക്ക് നോട്ടീസ് നൽകി. കടല നൽകിയപ്പോൾ കൊടുത്ത ബിൽ കൈക്കൊണ്ടെഴുതിയ ബില്ലാണ് നൽകിയതെന്നും പറയുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പറയപ്പെടുന്നു. ഫുഡ് സേഫ്റ്റി ഓഫീസർ അനുരംഗന്റെ നേതൃത്വത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ടീം എത്തിയാണ് പരിശോധന നടത്തി നോട്ടീസ് നൽകിയത്. കേരളത്തിൽ UDF 20-ൽ 20 സീറ്റ് നേടുമെന്ന് റോജി M. ജോൺ MLA. ചാലക്കുടി നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF ചെയർമാൻ അഡ്വക്കേറ്റ് CG ബാലചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബെന്നി ബെഹന്നാൻ MP, UDF ചാലക്കുടി പാർലമെന്റ് നിയോജക മണ്ഡലം ചീഫ് കോർഡിനേറ്റർ PJ ജോയ്, അങ്കമാലി MLA റോജി M. ജോൺ, ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ്, ആലുവ MLA അൻവർ സാദത്ത്, ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ്, UDF കൺവീനർ OS ചന്ദ്രൻ, വേണു കണ്ടൂർമഠത്തിൽ, വിൽസൺ മേച്ചേരി, ജോബി MP, ഷോൺ പല്ലിശ്ശേരി, VK ജേക്കബ്, സെബി വട്ടലായി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ VO പൈലപ്പൻ എന്നിവർ നേതൃത്വം നൽകി. കള്ളുഷാപ്പിലെ ജീവനക്കാരനെ തോക്കുകൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച
കുപ്രസിദ്ധ ഗുണ്ട വടിവാൾ വിപിൻ അറസ്റ്റിൽ. മുരിയാട് കള്ളുഷാപ്പിൽ വെച്ച് ഷാപ്പ് ജീവനക്കാരനെ ഭക്ഷണം കഴിച്ചതിന്റെ പൈസ സംബന്ധിച്ച് തർക്കത്തെ തുടർന്ന് പിസ്റ്റൽ കൊണ്ടടിച്ച് പരിക്കേൽപ്പിച്ച് ഇരിഞ്ഞാലക്കുട സ്റ്റേഷൻ റൌഡി വടിവാൾ വിപിനെയാണ് ആളൂർ ISHO മുഹമ്മദ് ബഷീർ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി കഞ്ചാവ്, വധശ്രമം കേസുകളിലടക്കം 26ഓളം കേസുകൾ ഉണ്ട്. പ്രതിയുടെ പക്കൽ നിന്നും 4 റൗണ്ട് അടക്കം പിസ്റ്റളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിസ്റ്റളിന്റെ ഉറവിടം സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം TP രവീന്ദ്രൻ, CPI നേതാവ് വത്സൻ, കേരള കോൺഗ്രസ് M നേതാവ് ബിനിൽ പ്രതാപൻ, KC വർഗീസ്, CPI മാള ലോക്കൽ സെക്രട്ടറി MK ബാബു, CPM മാള ലോക്കൽ സെക്രട്ടറി കൃഷ്ണകുമാർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ചേർന്ന പൊതുയോഗം VM വത്സൻ ഉദ്ഘാടനം ചെയ്തു. അന്നമനട UP സ്കൂളിലേക്ക് ഗ്രാമപഞ്ചായത്ത് നൽകുന്ന സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് നിർവഹിച്ചു. പിണറായി സർക്കാരിന്റെ കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ രവീന്ദ്രനാഥിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളിലെ, സർക്കാർ സ്കൂളുകളിലെ പൊതുവിദ്യാലയങ്ങളെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കുന്നതോടൊപ്പം തന്നെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗം കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഇത്തരത്തിലുള്ള കുട്ടികളെ അവരുടെ ആരോഗ്യപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടി ഈ വർഷം കൂടി നമ്മൾ ഒരു ക്ലാസ് റൂം ജിംനേഷ്യം എന്ന നിലയിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം കൂടി സജ്ജീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയെ കൂടി ശക്തിപ്പെടുത്തുന്നതിനും പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കുട്ടികളെ കായികക്ഷമതയുള്ള, ആരോഗ്യമുള്ള, വിദ്യാസമ്പന്നരായ, കാര്യശേഷിയുള്ള നല്ല പൗരന്മാരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ OC രവി, വാർഡ് മെമ്പർ K ബൈജു, PTA പ്രസിഡന്റ് KK കണ്ണൻ, PV ശശി തുടങ്ങിയവർ സംസാരിച്ചു. പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് LDF കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. നേതാക്കളായ CM ബബീഷ്, KC ജെയിംസ്, KB നൈജോ, അമ്പിളി സോമൻ, ഗിരീഷ് കണ്ണത്ത്, PS വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടകര പഞ്ചായത്ത് ഉപഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിൽ ലോക ഉപഭോക്തൃ ദിനാചരണം നടത്തി. പേരാമ്പ്രയിൽ നടത്തിയ ദിനാചരണം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന ഡയറക്ടർ പ്രിൻസ് തെക്കൻ ഉദ്ഘാടനം ചെയ്തു. പുഷ്പാകരൻ തോട്ടുപുറം അധ്യക്ഷത വഹിച്ചു. പാലി ഉപ്പുംപറമ്പിൽ, ബാബു ഐസക് ആലപ്പാട്, പോൾസൺ ആലപ്പാട്, ജോസഫ് വർഗീസ് വെളിയത്ത് എന്നിവർ പ്രസംഗിച്ചു. നൌഷാദ് സൗഹൃദ കൂട്ടായ്മ ട്രസ്റ്റ് റംദാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. തെരഞ്ഞെടുക്കപ്പെട്ട 200ഓളം കുടുംബങ്ങൾക്കാണ് റംസാൻ കിറ്റ് നൽകിയത്. ചന്ദ്രപിന്നിയിൽ നടന്ന ചടങ്ങിൽ കുരിക്കുഴി ജുമാ മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് സാദിഖ് സക്കാഫി ഉദ്ഘാടനം നിർവഹിച്ചു. നൌഷാദ് സൗഹൃദ കൂട്ടായ്മ മാനേജിംഗ് ട്രസ്റ്റി PM നൌഷാദ് അധ്യക്ഷത വഹിച്ചു. നൌഷാദ് അഴിക്കോട്, നൌഷാദ് കിങ്ങിണി, നൌഷാദ് ഓണപ്പറം, നൌഷാദ് മദ്രാസ്, നൌഷാദ് ചേലക്കര, PK നൌഷാദ് എന്നിവർ സംസാരിച്ചു. LDF കയ്പമംഗലം വെസ്റ്റ് മേഖലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. കാളമുറിയിൽ നടന്ന കൺവെൻഷൻ CPM ജില്ലാ കമ്മിറ്റി അംഗം KV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. MD സുരേഷ് അധ്യക്ഷനായി. TV സുരേഷ്, TP രഘുനാഥ്, മുഹമ്മദ് ചാമക്കാല എന്നിവർ സംസാരിച്ചു. MD സുരേഷ് ചെയർമാനായും TB സുരേഷ് കൺവീനറായും BS ശക്തിധരൻ ട്രഷററായും 201 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജെൻഡർ വിഷയ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം നടന്നു. കൊടുങ്ങല്ലൂരിൽ നടന്ന സംഗമം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ വിമല ഉദ്ഘാടനം ചെയ്തു. പരിഷത്തിന്റെ ജെൻഡർ വിഷയ സമിതി ചെയർമാൻ TK ജമീല അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺമാരായ ശ്രീദേവി തിലകൻ, PS ശാലിനി, ബബിത റാഫി, റീന ആന്റണി, സ്മിത വർഗീസ്, NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KK റസിയ, മേഖലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ അജിത,
മേഖലാ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AB മുഹമ്മദ്, സഗീർ, ഹണി പീതാംബരൻ, ഗീത സത്യൻ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് ഓട്ടിസം സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചു. സമഗ്ര ശിക്ഷ കേരളം മതിലകം BRCയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി പ്രവർത്തനം ആരംഭിച്ച ഓട്ടിസം സെന്ററിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് MS മോഹനൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. നാഷണൽ സർവീസ് സ്കീം കൊടുങ്ങല്ലൂർ മാള ക്ലസ്റ്ററുകളുടെ ആഭിമുഖ്യത്തിൽ 22,000 രൂപയുടെ ലേണിംഗ് ടീച്ചിംഗ് മെറ്റീരിയലുകളും കുട്ടികൾക്ക് ആവശ്യമായ കളി ഉപകരണങ്ങളും ക്ലസ്റ്റർ കൺവീനർമാരായ ER രേഖ, AA തോമസ് എന്നിവരിൽ നിന്നും പ്രസിഡന്റ് ഏറ്റുവാങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മാളയിൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹന്നാന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ നടത്തി. പാർട്ടി പ്രവർത്തകരായ A അഷ്റഫ്, BA അബ്ദുൽ കരീം, KK രവി നമ്പൂതിരി, നിർമ്മൽ C പാത്താടൻ, PD ജോർജ്, VN നാസർ എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. മുരിങ്ങൂർ പാലത്തുഴി പാലത്തിന് സമീപത്തെ കലുങ്കിനിടയിൽ നിന്ന് അസ്ഥികൂടം കണ്ടെത്തി. അസ്ഥികൂടം പുരുഷന്റേതാണെന്ന് പ്രാഥമിക നിഗമനം. തലയോട്ടിയും കാലിന്റെയും കൈകളുടെയും അസ്ഥികളാണ് ദ്രവിക്കാതിരുന്നത്. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്ന കേസിൽ ബ്രാഞ്ച് മാനേജറെ അറസ്റ്റ് ചെയ്തു. തൃശൂർ അമലാനഗർ തൊഴുത്തുപറമ്പിൽ അയേഷ് ജോയിയെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി അങ്കിത് അശോകിന്റെ കീഴിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രപ്പുറമ്പോക്ക് ലേലം വീണ്ടും നടന്നു. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പുനർലേലം നടത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.